ടോപ്പ് ന്യൂസിലേക്ക്. ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് അയച്ച് പോലീസ്. നാളെ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ വിശദീകരണം തേടും. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മറുപടിയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. அது மட்டுமல்ல, தமிழ்நாட்டை எல்லா துறைகளிலும் நம்பர் 1 மாநிலமாக மாற்றுவதற்கு நாங்கள் உழைச்சு கொண்டே தான் இருப்போம். இதனாலதான் தமிழ்நாடு மட்டும் எப்படி தனித்துவமாக இருக்கலாம்னு நீங்க நினைச்சு ஒன்றிய உள்துறை அமைச்சர் அமித்ஷா அவர்கள் சொல்றாரு, நாங்க 2026 நாங்க தான் ஆட்சி அமைப்போம் நாடாளுமன்றத்தில் பேசுறாரு. സിനിമാ മേഖലയിൽ പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി MB രാജേഷ്. വിൻസിക്ക് പരാതിയില്ലെങ്കിലും എക്സൈസ് അന്വേഷിക്കുമെന്നും മന്ത്രി. നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും. അതിൽ ആരെയും ഒഴിച്ചു നിർത്തില്ല. ഇത് സംബന്ധിച്ച് ഏത് വിവരവും വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെന്റ് കാണുന്നത്. അതിന്റെ തർക്കങ്ങളും വ്യവഹാരങ്ങളും ഒഴിവാക്കണമെന്ന് ബസേലിയസ് യാക്കോബായ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ മാർ ബസേലിയസ് ജോസഫ് ബാവ. സഭയുടെ പ്രശ്നങ്ങളാണെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളാണെങ്കിലും സാധാരണ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന അനേകം വിഷയങ്ങളുണ്ട്. എല്ലാത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം, ഇമ്പാക്റ്റ് ഉണ്ടാകുവാനാണ്. പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം ശക്തി പകരട്ടെ എന്ന് വിനയത്തോടെ ആശംസിക്കുകയാണ്. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാളിക്കൽ. സംസ്ഥാന സർക്കാരിൽ വിശ്വാസം. സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും ബിഷപ്പ് വർഗീസ് ചക്കാളിക്കൽ. അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷനൊന്നും ശരിക്കും നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കുമുണ്ട്. അതായത് അവരുടെ പ്രശ്നം ഒരു യഥാർത്ഥ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് തീർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 610 കുടുംബങ്ങൾ ദുഃഖിതരാണ്, വേദനയിലാണ്. അവർക്കൊരു ബാങ്കിൽ പോയിട്ടൊരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല. അവർ മുനമ്പത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ BJPയും RSSും ശ്രമിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കൃത്യമായ നിലയിൽ കാര്യങ്ങൾ പരിശോധിച്ച് ഇന്നവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കി പ്രശ്നം പരിഹരിക്കാനാവുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റും പാർട്ടിയും ഉദ്ദേശിക്കുന്നത്. ബംഗാളിൽ കലാപത്തിന് ആഹ്വാനം ചെയ്ത് BJP. ഹിന്ദുക്കൾ വീടുകളിൽ ആയുധം കരുതണമെന്ന് BJP നേതാവ്. പ്രകോപന പരാമർശം നടത്തിയത് ബംഗാൾ BJP മുൻ അധ്യക്ഷൻ ദിലീപ് ഘോഷ്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ പരാമർശത്തിൽ മറുപടിയുമായി രാജ്യസഭാംഗം കപിൽ സിബൽ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 142 നീതി നൽകാനുള്ള സുപ്രീം കോടതിയുടെ അവകാശമാണെന്ന വിവരം ഉപരാഷ്ട്രപതി അറിഞ്ഞിരിക്കണമെന്ന് കപിൽ സിബൽ. मुझे ऐसा लगता है कि जब कुछ सरकार के लोगों को जुडिशरी के निर्णय पसंद नहीं आते तो फिर वो आरोप लगाना शुरू कर देते हैं. और एक कॉन्स्टिट्यूशनल फंक्शनरी को ऐसी बात कहनी मैं समझता हूँ उचित नहीं है. मैं उनका बड़ा आदर करता हूँ, लेकिन आपने कह दिया कि आर्टिकल 142 इज न्यूक्लियर फिसाइल मटीरियल, न्यूक्लियर मिसाइल. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ കേന്ദ്രത്തിന് RSS മേധാവിയുടെ പേരിടുന്നത് ഉചിതമല്ലെന്ന് MB രാജേഷ്. ഞാൻ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു.
ഹെഡ്ഗേവാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സംഭാവന ചെയ്തിട്ടുള്ള ആളല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിൻ്റെയോ ഒന്നും പദവി വഹിച്ചിട്ടുള്ള ആളല്ല. സാധാരണ അത്തരം ആളുകളുടെയൊക്കെ പേരിലാണല്ലോ സ്മാരകങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മിയെ പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ധീരോദാത്തമായിട്ടുള്ള പങ്കുവച്ച ആളുകൾ ഈ പാലക്കാട് ജില്ലയിൽ നിന്നുണ്ട്. അനേകം പേരുണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി അതിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഒരാളുടെ സ്മാരകം നിർമ്മിച്ചാൽ അതിലൊരു ഔചിത്യമുണ്ട്. RSSന്റെ അജണ്ടയുടെ ഭാഗമായാണ് പാലക്കാട് നഗരസഭ പഠന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിട്ടതെന്ന് AK ബാലൻ. ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് പാലക്കാട്ടെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയുള്ള വികസന പ്രവർത്തനത്തിൽ ഈ രണ്ട് കൂട്ടരും സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഇതുപോലെ കെട്ടുനാറിയൊരു മുനിസിപ്പാലിറ്റി ഉണ്ടോ? ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഈ പേരിൻ്റെ ആവശ്യം എന്താ? അതും വിവാദം ഉണ്ടാക്കല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 91-92 കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു BJPൻ്റെ കൗൺസിലർ ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന് കോൺഗ്രസും BJPയും ലീഗും പിന്തുണച്ചു. അതിൻ്റെ ചുരുക്കം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റോഡ് ഹെഡ്ഗേവാറിൻ്റെ പേരിൽ പണിയണമെന്നുള്ളതാണ്. അതിരേഖ പീഡാനുഭവ സ്മരണയിൽ ദുഃഖവെള്ളി ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു. കോട്ടയം അയർക്കുന്നത്ത് അഭിഭാഷകയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം സമ്പത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ജിസ്മോൾ മാനസിക പീഡനം അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബത്തിന്റെ ആരോപണം. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞത്, ചേച്ചി എനിക്ക് ഈ ഓഡിയോയോ മെസ്സേജൊന്നും ചേച്ചി വാട്സപ്പ് ത്രൂ അയക്കത്തില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ചേച്ചി മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചീനെ, ജിസ്മോൾ ചേച്ചിയാണെങ്കിൽ എൻ്റെ മൂത്ത ചേച്ചീനെ വിളിക്കും. ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും, ചേച്ചി എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ചേച്ചി വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അച്ഛൻ തോമസിനെയും സഹോദരൻ കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂണിളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. മുഗൾ ഭരണാധികാരി ഔറംഗസീബിന്റെ ചിത്രത്തിൽ കറുത്ത പെയിന്റ് പൂശി സംഘപരിവാർ. ഗസിയാബാദിലെ റെയിൽവേ സ്റ്റേഷനിലെ ചിത്രത്തിലാണ് ജയ് ശ്രീറാം വിളികളുമായി എത്തി സംഘം കറുത്ത പെയിന്റ് ഉപയോഗിച്ച് ചിത്രം വികൃതമാക്കിയത്. യുവമോർച്ച പ്രാദേശിക നേതാവിനെ BJP മണ്ഡലം സെക്രട്ടറി വെട്ടി പരിക്കേൽപ്പിച്ചു. യുവമോർച്ച നേതാവ് അക്ഷയെയാണ് ചാലക്കുടി മണ്ഡലം സെക്രട്ടറി TC സിദ്ധൻ വെട്ടി പരിക്കേൽപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കളുടെ തുടർച്ചയായുള്ള സൈബർ ആക്രമണത്തിന് പരോക്ഷ മറുപടിയുമായി ദിവ്യ എസ് അയ്യർ. പ്രവർത്തന മേഖലയിൽ മികവ് പുലർത്തുന്നവരെ അഭിനന്ദിക്കുന്നതിന് പതയല്ല പതിവാണ്, ഇനിയും തുടരുമെന്ന് ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. നാളെ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിൽ വിളിച്ചു ചേർക്കും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മഹാഗഡ് ബന്ധൻ സഖ്യം. പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതാക്കൾ പട്നയിൽ യോഗം ചേർന്ന് തേജസ്വി യാദവിനെ ഏകോപന സമിതി നേതാവായി തെരഞ്ഞെടുത്തു. ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.